സ്വാഗതം ലൈവ് അറ്റ് 6. ആദ്യം തലക്കെട്ട്. ദുരിതപ്പയത്തിൽ കേരളം. മഴക്കെടുതിയിൽ മരണം 7. മലപ്പുറത്ത് 2 കുട്ടികൾ മരിച്ചു. പൂഞ്ഞാർ പയ്യാനിത്തടത്ത് വീട് ഒലിച്ചുപോയി അമ്മയും മകനും മരിച്ചു. തൊടുപുഴ കാഞ്ഞാറിൽ ഉരുൾപൊട്ടലിൽ 1 മരണം. വടക്കൻ കേരളത്തിലും പെരുമഴ. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ടയാൾക്കായി തിരച്ചിൽ തുടരുന്നു. കനത്ത മഴയിൽ തിരുവമ്പാടി മുത്തപ്പൻ പുഴയിൽ ചപ്പാത്തൊലിച്ചുപോയി. കോഴിക്കോട് മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും. കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഉരുൾപൊട്ടൽ. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം ജില്ലകളിലും ഗുരുതര സാഹചര്യം. വെങ്ങൂരിൽ മരം വീണ് അംഗൻവാടി കെട്ടിടം തകർന്നു. വെള്ളത്തിൽ മുങ്ങി റാന്നി നഗരം. റാന്നിയിൽ രക്ഷാപ്രവർത്തനത്തിനായി മത്സ്യബന്ധന തൊഴിലാളികളും. വെള്ളക്കെട്ടിലായി പാല. ഈരാറ്റുപേട്ട തൊടുപുഴ റോഡും വെള്ളത്തിനടിയിൽ. കോതമംഗലം മണികണ്ഠൻ ചാൽ ചപ്പാത്ത് മുങ്ങി. ഉന്നതികൾ ഒറ്റപ്പെട്ടു. കടലിലും കെടുതികൾ രൂക്ഷം. കൊല്ലം തങ്കശ്ശേരിയിൽ വള്ളം മറിഞ്ഞ 1 മരണം. വിഴിഞ്ഞത്തു നിന്നും പോയ 5 ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. മത്സ്യത്തൊഴിലാളികൾക്കായി തിരച്ചിൽ തുടരുന്നു. മുതലപ്പൊഴിയിലും അപകടം. 2 പേരെ കടലിൽ കാണാതായി. രക്ഷാപ്രവർത്തന നടപടികൾ ഊർജിതമാക്കി സർക്കാർ. രക്ഷാസേനകൾ സജ്ജമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. റവന്യൂ മന്ത്രിക്ക് ഏകോപന ചുമതല. എല്ലാ ജില്ലകളിലും ഹെൽപ്പ് ലൈനുകൾ. ഡിഎംഒമാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയ ആരോഗ്യമന്ത്രി. PM ശ്രീയിൽ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. PM ശ്രീ വഴി കിട്ടുന്ന പണം ജനങ്ങളെ ഒറ്റുകൊടുത്തതെന്ന് പിണറായി വിജയൻ. പുനർജനി പദ്ധതിയിൽ വി ഡി സതീശൻ വിദേശത്ത് നിന്നും കോടിക്കണക്കിന് രൂപ പിരിച്ചെന്നും പ്രതിപക്ഷ നേതാവ്. ലണ്ടനിൽ പിരിച്ച തുക എങ്ങനെ മണപ്പാട് ഫൗണ്ടേഷനിലെത്തിയെന്നും ചോദ്യം. വിശദമായി. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 7. മലപ്പുറത്ത് 2 കുട്ടികൾ മരിച്ചു. വണ്ടൂർ തിരുവാലയിൽ അബ്ദുൾ മുനീറിന്റെയും തസ്ലീമ ഭാനുവിന്റെയും മകൻ അബ്ദുൾ മുഹൈനാണ് മരിച്ചത്. തൊട്ടരികിൽ കളിച്ചുകൊണ്ടിരിക്കെ വെള്ളത്തിൽ വീഴുകയായിരുന്നു. കൊണ്ടോട്ടി നീറാട് തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് 4 വയസ്സുകാരനും മരിച്ചു. നെടിയിരുപ്പ് മേലേപ്പറമ്പ് കണപ്പത്തൊടി ഹമീദ് നദീറ ദമ്പതികളുടെ മകനും ആദം ഐമൻ ആണ് മരിച്ചത്. എറണാകുളത്ത് അംഗൻവാടി കെട്ടിടത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീണു. എറണാകുളം വേങ്ങൂർ പഞ്ചായത്തിൽ പണിയരി 3-ാം വാർഡിലാണ് സംഭവമുണ്ടായത്. കുട്ടികളും ജീവനക്കാരും അംഗൻവാടിയിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റില്ല. അംഗൻവാടിയുടെ ഒരു ഭാഗം തകർന്നു വീഴുകയും ചെയ്തു. വീട്ടിൽ പോക്ക് നടക്കത്തില്ല. എന്തായാലും റോഡ് മൊത്തം മരങ്ങൾ വീണ് കാണും. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. തൊടുപുഴ കുടയത്തൂർ അടൂർ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ വീട്ടമ്മ മരിച്ചു. 7-ാം വാർഡിൽ മഷിക്കല്ലയിൽ സുമതിയാണ് മരിച്ചത്. പൂഞ്ഞാർ പയ്യാനിത്തോട്ടത്തിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. റെജീന, ജോസഫിൻ എന്നിവരാണ് മരിച്ചത്. മണ്ണിടിച്ചിലിൽ നിന്ന് പൂർണ്ണമായും വീട് ഒലിച്ചുപോയി. വാഗമൺ കോലാഹലമേട്ടിൽ ലീലാമണിയുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് വൈക്കം സ്വദേശി പ്രഭാകരൻ നായർ മരിച്ചു. കണ്ണൂർ പേരാവൂർ തൊണ്ടിയിൽ പാലത്തിന് സമീപം കാഞ്ഞിരമ്പുഴയിൽ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. കൊട്ടം ചുരം സ്വദേശി ഹനീഫയാണ് ഒഴുക്കിൽപ്പെട്ടത്. പേരാവൂർ ഫയർഫോഴ്സും സിവിൽ ഡിഫൻസ് നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ തുടരുകയാണ്. ഇപ്പോഴും തെരച്ചിൽ നടപടികൾ തുടരുകയാണ്. ഹനീഫ ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു.
പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയാണ്. രാവിലെ തന്നെ ആലുവ മണപ്പുറം വെള്ളത്തിനടിയിലായി. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം പ്രദേശത്തിൻ്റെ കെടുതികൾ എത്ര കണ്ട് രൂക്ഷമാണെന്ന് വ്യക്തമാക്കുന്നതുമാണ്. ആലുവ മണപ്പുറം പെരിയാറിൻ്റെ പ്രദേശങ്ങളെല്ലാം പൂർണ്ണമായും വെള്ളത്തിനടിയിലായ സ്ഥിതിയിലാണ്. ജലനിരപ്പ് ഇടുക്കിയുടെ മലയോര മേഖലകളിലടക്കം ഉണ്ടായ വലിയ മഴയാണ് പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനിടയാക്കിയിട്ടുള്ളത്. മലങ്കര ഡാമിലെ അടക്കമുള്ള ഷട്ടറുകൾ തുറന്നതും വലിയ വെള്ളക്കെട്ടിന് ഇടയാക്കിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. റാന്നി ടൗൺ വെള്ളത്തിൽ മുങ്ങി. വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും അരയ്ക്കൊപ്പമാണ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നത്. കോന്നി, അരുവാപ്പുല്ലം, നെല്ലിക്കാമ്പാറയിലും തേക്കുതോട്, തൂമ്പക്കുളത്തും ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ചിറ്റാർ, വയ്യാറ്റുപുഴ, കുളങ്ങരവാലിയിലും ഉരുൾപൊട്ടി. പമ്പയിലും കക്കാട്ടാറിലും അച്ചൻകോവിലും ജലനിരപ്പ് ഉയർന്നു. തുടർന്നാണ് റാന്നിയിലെ വലിയ വെള്ളക്കെട്ടുണ്ടായത്. മണിയാറും സീതത്തോടും വീടുകളിലെ വെള്ളം കയറിയിട്ടുണ്ട്. വടിശ്ശേരിക്കരയിൽ റോഡ് മുങ്ങി. മഴ ശക്തമായ സാഹചര്യത്തിൽ ആറന്മുള വള്ളസദ്യ ചടങ്ങുകൾ മാത്രമായി ചുരുക്കി. പള്ളിയോടങ്ങളുടെ യാത്ര റദ്ദാക്കിയിട്ടുമുണ്ട്. വള്ളിക്കോട് തൃപ്പാറ ക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇതേ തുടർന്ന് പ്രദേശത്ത് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള സത്രത്തിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ചു. എരുമേലി ഒരുങ്കൽ കടവ് പാലത്തിൽ വെള്ളം കയറി. ഇട്ടിയപ്പാറ, ഐത്തല റോഡിൽ അടക്കം പല സ്ഥലങ്ങളിലും റോഡിൽ വെള്ളം കയറി. രക്ഷാപ്രവർത്തനത്തിന് കേരളത്തിന്റെ സൈന്യവും കളത്തിലിറങ്ങുകയാണ്. പത്തനംതിട്ട റാന്നിയിലെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾക്കായി കൊല്ലത്ത് നിന്നും വള്ളങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. 10ഓളം മത്സ്യബന്ധന തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി കളത്തിലിറങ്ങുകയാണ്. ഇതോടുകൂടി 2018 പ്രളയസമാനമായ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങളിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ നീളുന്നത്. കോട്ടയത്ത് അതിശക്തമായ മഴയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായത്. പൂഞ്ഞാർ പയ്യാലിത്തോട്ടത്ത് വണ്ടൻ പ്ലാവിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് അമ്മയും മകനും മരിച്ചു. മണക്കാട് റെജീന, മകൻ ജോസഫിൻ ജോണി എന്നിവരാണ് മരിച്ചത്. കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ വീട് പൂർണ്ണമായും ഒഴുകിപ്പോയി. പ്രദേശത്ത് വലിയ മണിക്കൂറുകളോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്നലെ വെളുപ്പിന് 2 മണിയോടുകൂടിയാണ് പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായത്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അപ്രതീക്ഷിതമായ മലവെള്ളപ്പാച്ചിലിലും വെള്ളപ്പൊക്കത്തിലും പല പ്രദേശങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഇരാറ്റുപേട്ട തൊടുപുഴ റൂട്ടിൽ കളത്തൂക്കടവിൽ റോഡിൽ വെള്ളം കയറി. പൂഞ്ഞാർ സർവീസ് സഹകരണ ബാങ്ക് പനച്ചുകപ്പാറ ഹെഡ് ഓഫീസിൽ വെള്ളം കയറി. കൊടുങ്ങൂർ മണിമല റോഡിലെ പനമൂട്ടിൽ റോഡ് കരകവിഞ്ഞൊഴുകുകയാണ്. ഇതുവഴി വന്ന കാർ ഒഴുക്കിൽപ്പെട്ടു. തീക്കോയ് തലനാട് 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. 30 വീടുകളിലെ മുഴുവൻ വീട്ടുപകരണം വെള്ളത്തിൽ ഒഴുകിപ്പോയി. മലവെള്ളപ്പാച്ചിലിൽ 11 പശുക്കളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് മഴ ശക്തി പ്രാപിച്ചിട്ടുള്ളത്. കോതമംഗലത്ത് പൂയംകുട്ടി പുഴ കരകവിഞ്ഞു. മണികണ്ഠൻ ചപ്പാത്ത് വെള്ളത്തിൽ മുങ്ങിയതിനാൽ നിരവധി ആദിവാസി മേഖലകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്. മൂവാറ്റുപുഴ നഗരത്തിലും മഴയിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ആലുവ ക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിരിക്കും. ഇടുക്കി പെരുവന്താനം പുല്ലുപാറയ്ക്ക് സമീപം മലവെള്ളപ്പാച്ചിലിൽ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നുപോയി. ഭീമൻ പാറകളും മണ്ണും റോഡിൽ പതിച്ചതോടെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ആലക്കോട് 2 വീടുകൾ പൂർണ്ണമായും തകർന്നു. ഇടുക്കി പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ഉപ്പുതറ മത്തായിപ്പാറയിൽ മണ്ണിടിച്ചിലിൽ പോലീസ് ജീപ്പ് മണ്ണിനടിയിൽ പെടുകയും ചെയ്തിട്ടുണ്ട്.
നീരൊഴുക്ക് ശക്തമായതിനാൽ മലങ്കര ഡാമിന്റെയും പാമ്പ്ള ഇരട്ടയാർ ഡാമുകളുടെയും ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്. ചപ്പാത്ത്, മൂങ്കിലാർ, പൂണ്ടിക്കുളം ഭാഗത്ത് വെള്ളം കയറി. നടപ്പാലം വെള്ളത്തിനടിയിലായി. ഇതുമൂലം കനത്ത മഴയിൽ പശുപ്പാറയിൽ വീട് തകർന്നു. ഇടുക്കി 16-ാം കണ്ടത്ത് ഉരുൾപൊട്ടലിൽ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണി തകർന്നു. സമീപത്തെ വീടിന് പിന്നിലേക്ക് മരങ്ങളും കല്ലും ഒലിച്ചു വന്നെങ്കിലും വാട്ടർ ടാങ്ക് തകർന്ന് ഗതിമാറി ഒഴുകിയതിനാൽ വീട് ക്ഷതമേൽക്കാതെ രക്ഷപ്പെട്ടു. വാത്തിക്കുടി പഞ്ചായത്തിലെ 16-ാം കണ്ടം പറന്താനത്ത് രാജുവിൻ്റെ വീടിൻ്റെ പിൻഭാഗത്താണ് ഉരുൾപൊട്ടലുണ്ട്. വയനാട് തലപ്പുഴയിൽ മഴ ശക്തി പ്രാപിക്കുകയാണ്. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറി. കൽപ്പറ്റ പിണങ്കോട് പൊയ്യിൽ ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി വീട്ടുകാരെയാണ് അവിടുന്ന് ഒഴിപ്പിച്ചത്. ആംബുലൻസുകളൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് വരണേ. അവിടെ വലിയൊരു കൊണാണ്ടേ വലിയ ഡയലോഗ് അടിച്ചു. കണ്ണൂർ ബാവലിപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നു. ജലനിരപ്പ് അപകട മുന്നറിയിപ്പ് പരിധി കടന്നതോടെ അണങ്കോട് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കണ്ണൂർ വയനാട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതയായ പാൽച്ചുരം തകർന്ന് അപകടാവസ്ഥയിലാണ്. കൊട്ടിയൂർ മാനന്തവാടി റോഡിന്റെ പല ഭാഗങ്ങളും ശക്തമായ മഴയിൽ തകർന്നു. റോഡിന്റെ വശങ്ങൾ ഒലിച്ച് പോയി. വലിയ കുഴികളും ചാലുകളും ഈ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളവും മണ്ണും കല്ലുകളും റോഡിലൂടെ കുത്തി ഒഴുകിയത് മൂലം വലിയ യാത്രാ ദുരിതമാണ് അവിടെ ഉണ്ടാക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായി തുടരുന്ന അതിതീവ്ര മഴയിൽ വിവിധ താലൂക്കുകളിൽ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടു. കൊയിലാണ്ടി, താമരശ്ശേരി താലൂക്കുകളിലാണ് ദുരിതങ്ങൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കടലുണ്ടിയിൽ കടലിൽ കുടുങ്ങിയ 17 മത്സ്യത്തൊഴിലാളികളെ സുരക്ഷിതമായി കരക്കെത്തിച്ചു. കോടഞ്ചേരി വെഞ്ചേരിയിൽ ഇരുവഞ്ചിപ്പുഴ കരകവിഞ്ഞത് ഒഴുകിയതിനെ തുടർന്ന് പല വീടുകളിലും വെള്ളം കയറി. കോടഞ്ചേരി കേന്ദ്രീകരിച്ച് ചെമ്പുക്കടവ് UP സ്കൂൾ, MES സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അതിതീവ്ര മഴ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. താമരശ്ശേരി മേഖലയിലടക്കം വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. താമരശ്ശേരിക്ക് സമീപം ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി സ്തംഭിച്ച അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഈങ്ങാപ്പുഴ അങ്ങാടിയിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. പൂർണ്ണമായ ഗതാഗത സ്തംഭനമാണ്. അതുകൊണ്ട് തന്നെ വയനാട് മേഖലയിലേക്ക് പോകുന്ന ആളുകൾ കൃത്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ദേശീയപാതയിലെ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ ഒപ്പം വയനാട് ചുരത്തിന്റെ മേഖലകളിൽ മഴ ശക്തമായി തുടരുന്നുകൊണ്ടും ഈങ്ങാപ്പുഴ ടൗണിൽ ഇനിയും ജലനിരപ്പ് ഏറാൻ സാധ്യതയുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. ചുരത്തിലും താഴ്വരയിലും ശക്തമായി മഴ തുടരുന്നതിനാൽ ഈ മേഖലയിൽ മണ്ണിടിച്ചിലിനും ഒപ്പം മരങ്ങൾ റോഡിലേക്ക് കടപുഴകി വീഴുന്നതിനുമുള്ള സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപകട സാധ്യത കണക്കിലെടുത്ത് ചുരം മേഖലയിൽ അനാവശ്യമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും പുറത്തു നോക്കി കാഴ്ച കാണുന്നതും ഒഴിവാക്കണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിലും തിരയിലും പെട്ട് ചാലിയം ഭാഗത്ത്
ഒരു ബോട്ട് അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും നാട്ടുകാർ സംയോജിതമായി ഇടപെട്ട് ഈ ബോട്ട് കരക്കടുപ്പിച്ചു. 17 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അവരെ സുരക്ഷിതമായി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. കാരശ്ശേരിയിൽ ഭാഗങ്ങളിലടക്കം മണ്ണിടിച്ചിൽ ഉണ്ടായ ചില സ്ഥലങ്ങളുണ്ട്. കാരശ്ശേരിയിൽ ഒരു വീടിനോട് ചേർന്ന ഇടത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അവിടെ നിന്നും 2 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഒപ്പം പുതുപ്പാടി പഞ്ചായത്തിന്റെയും കട്ടിപ്പാറ പഞ്ചായത്തിന്റെയും അതിർത്തിയായ പയോണപ്പുഴ കരകവിഞ്ഞു ഒഴുകുകയാണ്. ഇവിടങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കോഴിക്കോട് മാവൂർ റോഡ് ഭാഗത്ത് കോട്ടുളി മേഖലയിൽ വലിയ വെള്ളക്കെട്ടുണ്ട്. ഒപ്പം കണ്ണാടിക്കൽ പോലുള്ള തടമ്പാട്ട് താഴം പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലും വലിയ വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. എന്തായാലും മഴ വരും മണിക്കൂറുകളിലും ശക്തമായി തുടരും എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഉള്ളത്. കോഴിക്കോടിന്റെ കിഴക്കൻ മേഖലകളിൽ പ്രത്യേകിച്ചും വിലങ്ങാട് പോലുള്ള മുൻപ് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമൊക്കെ ഉണ്ടായ മേഖലകളിലും അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. റവന്യൂ ഉദ്യോഗസ്ഥരെയും ഈ ഭാഗങ്ങളിൽ ഇതിനകം വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആപത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും വരുന്ന 3 മണിക്കൂറിൽ ശക്തമായി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് പൂനൂരിൽ യാത്രക്കാരുമായി പോയ സ്വകാര്യ ബസ് വെള്ളക്കെട്ടിൽ കുടുങ്ങി. പൂനൂർ കട്ടിപ്പാറ റൂട്ടിൽ കുണ്ടത്തിൽ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. ബസ്സിൽ 25 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ബസ്സിന്റെ ചവിട്ടുപടിയും കടന്നുള്ളിൽ വെള്ളം കയറിയതോടെ മുന്നോട്ട് പോകാനാവാത്ത നിലയിലായി. തുടർന്ന് നാട്ടുകാരെത്തി ബസ്സിനുള്ളിലെ യാത്രക്കാരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയായിരുന്നു. പൂനൂർ പുഴ കരകവിഞ്ഞു ഒഴുകിയതിനെ തുടർന്ന് മേഖലയിൽ വലിയ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കാസർഗോഡ് ചിറ്റാരിക്കലിൽ ഉരുൾപൊട്ടലുണ്ടായി. തയ്യനി വായിക്കാനത്ത് ആണ് ഉരുൾപൊട്ടിയത്. പ്രദേശത്ത് മലവെള്ളപ്പാച്ചിലും ഉണ്ടായിട്ടുണ്ട്. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ശക്തമായ കാറ്റിലും മഴയിലും കാസർഗോഡ് പനന്തടിയിൽ വീട് പൂർണ്ണമായും തകർന്നു വീണു. പനത്തടി നെല്ലിക്കുന്നിലെ രാജേഷിന്റെ വീടാണ് തകർന്നു വീണത്. ആർക്കും പരിക്കില്ല. വീട് വാസയോഗ്യമല്ലാതായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകൾ അപകടത്തിൽപ്പെട്ടു. 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായുള്ള തിരച്ചിലിന് നേവിയുടെ സഹായം കൂടി തേടി. തിരുവനന്തപുരത്തെ മലയോര മേഖലയിലും കനത്ത മഴയാണ്. കല്ലാർ പൊന്മുടി റോഡിൽ 12-ാം വളവിലും 22-ാം വളവിന് സമീപവും മണ്ണിടിച്ചിലുണ്ടായി. നീരൊഴുക്ക് വർദ്ധിച്ചതോടെ നെയ്യാർ ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. ചെങ്കോട്ടപ്പാതയിൽ കനത്ത മഴയിലും ശക്തമായ കാറ്റിലും മരത്തിന്റെ ശിഖരം റോഡിലേക്ക് പതിച്ചിട്ടുണ്ട്. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന ടോൾ ജംഗ്ഷൻ സ്വദേശി ജിയാസും കുടുംബവും തലനാരിഴയ്ക്കാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിലും കനത്ത തോതിലുള്ള മഴവെള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്. വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. 2 പേരെ കാണാതായിട്ടുണ്ട്. മുതലപ്പുഴയിൽ കാണാതായ 2 പേർക്കായുള്ള തിരച്ചിൽ നേവിയുടെ സഹായവും സർക്കാർ തേടി.
ഞാനിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞം ഹാർബറിനോട് ചേർന്നുള്ള പ്രദേശത്താണ്. അതിശക്തമായ മഴ ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ പെയ്യുകയും കടൽ പ്രക്ഷുബ്ധമാകുകയും ചെയ്തതിന് പിന്നാലെയാണ് മുതലപ്പുഴയ്ക്ക് സമീപം വള്ളം മറിഞ്ഞ് 8 പേർ സഞ്ചരിച്ചിരുന്ന വള്ളം മറിഞ്ഞ് അപകടമുണ്ടായത്. ഇതിൽ 6 പേരെ കോസ്റ്റ് ഗാർഡ് രക്ഷപ്പെടുത്തി. പക്ഷേ 2 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. 2 പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല. സംസ്ഥാന സർക്കാർ നേവിയുടെ സഹായം തേടിയിട്ടുണ്ട് ഈ 2 പേരെ കണ്ടെത്തുന്നതിന് വേണ്ടി. അതോടൊപ്പം വിഴിഞ്ഞത്തും ഉൾക്കടലിൽ കടൽ വളരെ പ്രക്ഷുബ്ധമാണ്. മത്സ്യബന്ധനത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശം കോസ്റ്റൽ പോലീസും കോസ്റ്റ് ഗാർഡുമൊക്കെ നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ ഏതാനും ദിവസങ്ങൾ, അതായത് വരുന്ന 5-ാം തീയതി വരെ സമാനമായ തരത്തിൽ കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി നേരത്തെ തന്നെ നൽകിയിട്ടുള്ളതാണ്. അതിനിടയിലാണ് മത്സ്യബന്ധനത്തിനായി വിഴിഞ്ഞം മുതലപ്പുഴ ഭാഗങ്ങളിൽ നിന്ന് ഉൾക്കടലിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ഒരു സംഘം സഞ്ചരിച്ചിരുന്ന വള്ളം മറിയുകയും 2 പേരെ കാണാതാകുകയും ചെയ്തിരിക്കുന്നത്. ശ്രീജിത്ത്, ശ്രീമോൻ തുടങ്ങിയ 2 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇവർക്ക് വേണ്ടിയാണ് കോസ്റ്റ് ഗാർഡും അതോടൊപ്പം തന്നെ കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്ന് ഏറെ മണിക്കൂറുകളായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേവിയുടെ സഹായവും തേടിയിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് കൃത്യമായ അറിയിപ്പും വന്നിട്ടുണ്ട്. വളരെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലാണ് കടൽ. പക്ഷേ തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത്. യെല്ലോ അലേർട്ട് നിലനിൽക്കുമ്പോഴും അതിശക്തമായ തിരമാലകൾ അടിച്ചു കയറുന്നുണ്ട്. മഴ വീണ്ടും കടക്കുന്ന സാഹചര്യമുണ്ടായാൽ കടലിലേക്കുള്ള മത്സ്യബന്ധനത്തിനായുള്ള യാത്ര പൂർണ്ണമായി അവസാനിപ്പിക്കണം, അതിൽ നിരോധനം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം കൂടിയാണ് വന്നിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ വകുപ്പിനും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകൾക്കുമെല്ലാം, റവന്യൂ വകുപ്പിനുമെല്ലാം നൽകിയിട്ടുമുണ്ട്. എന്തായാലും കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെൻറ്റും കോസ്റ്റൽ പോലീസും ഒക്കെ ഒരുമിച്ചാണ് ഇപ്പോൾ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത പാലിക്കണമെന്ന കർശനമായ നിർദ്ദേശമാണ് വിഴിഞ്ഞത്തും മുതലപ്പുഴയിലും ഉൾപ്പെടെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിരിക്കുന്നത്. മഴക്കെടുതിയിൽ KSEBിക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങിയിട്ടുണ്ട്. പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തുടരുകയാണ്. കൊല്ലത്ത് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കുന്നതിനിടെ KSEB ജീവനക്കാരന് നേരെ ആക്രമണമുണ്ടായി. ശക്തമായ മഴയെ തുടർന്ന് തകരാറിലായ 11 kV പവർ ഹൗസ് ഫീഡർ അറ്റകുറ്റപ്പണി നടത്താനെത്തിയ അയത്തിൽ ഇലക്ട്രിക്കൽ സെക്ഷനിലെ ലൈൻമാൻ F രാജേഷിനെ ആക്രമിച്ചെന്നാണ് പരാതി. പരിക്കേറ്റ രാജേഷ് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. KSEB സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം തടഞ്ഞു നിർത്തിയ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിളികൊല്ലൂർ ഷെഫീഖാണ് രാജേഷിനെ മർദ്ദിച്ചത്. ഷെഫീഖിനും കണ്ടാലറിയാവുന്ന മറ്റൊരാൾക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രതികളെ പോലീസ് തന്നെ സംരക്ഷിക്കുകയാണെന്നാണ് ആക്ഷേപം. നാളെ നടത്താൻ തീരുമാനിച്ചിരുന്ന സ്റ്റേറ്റ് എലിജിബിലിറ്റി പരീക്ഷ മാറ്റി. മോശം കാലാവസ്ഥ കാരണമാണ് പരീക്ഷ മാറ്റിയത്. പുതുക്കി തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് www.ibscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ആശങ്ക നിലനിൽക്കുന്നതിനാലുമാണ് വിനോദസഞ്ചാര മേഖലയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാരികൾ ജില്ലയിൽ സന്ദർശനം നടത്തരുത് എന്ന അറിയിപ്പ് കൂടിയുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഒഴികെ യാത്രകൾ ഒഴിവാക്കണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടു. ശബരിമല തീർത്ഥാടകർക്കും നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. നിറപുത്തരി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല ദർശനത്തിന് ഒരുങ്ങുന്ന തീർത്ഥാടകർ തൽക്കാലം അത് ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പമ്പയിൽ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് നിയന്ത്രണം കൊണ്ടുവരുന്നത്. ഇനി ജാഗ്രത പാലിക്കേണ്ട ഇടം വടക്കൻ കേരളമാണ്. വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് പറയുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് നാശനഷ്ടം കൂടുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇടുക്കിയിലും കോട്ടയത്തും മണ്ണിടിച്ചിലുണ്ടായെന്നും ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥിരീകരിച്ചു. ഉരുൾപൊട്ടലടക്കമുള്ള കാലവർഷക്കെടുതി സംസ്ഥാനത്ത് രൂക്ഷമാവുകയാണ്. നമ്മോടൊപ്പം ശേഖർ ലൂക്കോസ് കുര്യാക്കോസ്. എന്താണ് ശേഖർ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? നമ്മൾ വളരെ തീവ്രമായ മഴയാണ് ഇന്നലെ രാത്രി കണ്ടത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇന്നലെ രാത്രിയും ഇതിൻ്റെ പുറകിലായിരുന്നു. 302 മില്ലിമീറ്ററോളം മഴ നമ്മൾക്ക് പത്തനംതിട്ട വടശ്ശേരി കരയിലുണ്ടായി. ലാഹയിൽ 260 മില്ലിമീറ്റർ മഴയുണ്ടായി. 24 മണിക്കൂറിനുള്ളിൽ, 24 മണിക്കൂർ ആയിട്ടില്ല, 8 മണിക്ക് 24 മണിക്കൂറാവുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഏകദേശം 100ഓളം സ്ഥലത്ത് റോഡ് തടസ്സപ്പെട്ടിട്ടുണ്ട്. 4 പേര് കാണാതായിട്ടുണ്ട്. ഇടുക്കിയിൽ 2ഉം കോട്ടയത്ത് 2ഉമായി. ഇനി നമ്മൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരികയുള്ളൂ. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് സമഗ്രതയിലുള്ളൊരു ചിത്രം ഉണ്ടാവും. അന്നേരം മാധ്യമങ്ങൾക്കും അത് ലഭിക്കും.
അപ്പോൾ ഇനി അങ്ങോട്ട് മഴ തെക്കോട്ട് കുറയുകയാണ്. പക്ഷേ അത് കൊണ്ട് മാത്രം നമ്മൾ എല്ലാം പൂർത്തിയായി എന്ന് കാണണ്ട. കാറ്റുണ്ട്. തീരപ്രദേശത്തും കുറച്ച് ബുദ്ധിമുട്ടുകൾ വടക്കോട്ടുണ്ടാകും. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് തീരം ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. വടക്കോട്ട് ഇന്ന് മഴ കുറച്ച് വടക്കോട്ടായിരിക്കും കൂടി വരിക. കോട്ടയത്തെയും പത്തനംതിട്ട ഉരുൾപൊട്ടൽ അത് എത്രത്തോളം? ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും മഴ പെയ്താൽ ഉരുൾപൊട്ടും. 302 മില്ലിമീറ്റർ മഴ എന്ന് പറഞ്ഞാൽ 2 ആൾ പൊക്കത്തിൽ മഴ പെയ്ത ഒരു സ്ക്വയർ മീറ്ററിനുള്ളിൽ എന്നാണ് കണക്ക്. അപ്പം അത്രയും മഴയുടെ ഭാഗമായി നമുക്ക് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒറ്റതിരിഞ്ഞോ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ്. വളരെ ഉൾപ്രദേശങ്ങളിലൊക്കെയാണ് പലയിടത്തും ഉരുൾപൊട്ടി വന്നിരിക്കുന്നത്. മണ്ണിടിച്ചിലും ഉണ്ട് ബുദ്ധിമുട്ട്. റോഡുകളുടെ അരികുകൾ ഒക്കെ, പിന്നെ വീടുകളുടെ പുറകിലുള്ള കട്ടിങ്, അതൊക്കെ ഇടിഞ്ഞു വീണ വിവരങ്ങളും നമ്മൾക്ക് വരുന്നുണ്ട്. കാണാതെ എത്ര 4 പേര്? 4 പേര്. അതെവിടെ? ഇടുക്കിയിലും 2 പേര് കോട്ടയത്തും. അതാണ് നമ്മൾ ഒരാളുടെ മൃതദേഹം കിട്ടിയെന്ന് അറിയിപ്പ് വന്നു. പക്ഷേ നമ്മളത് കൺഫേം ചെയ്ത് പറയാറില്ല. ഒരു ദുരന്ത സാഹചര്യത്തിൽ അതിന് പ്രോപ്പർ കൺഫർമേഷൻ വരണം. വരും മണിക്കൂറുകളിൽ ഒരു തെക്കോട്ട് മഴ കുറയും. പക്ഷെ വടക്കോട്ട് നമ്മൾ ഇനിയും മഴ പ്രതീക്ഷിക്കണം. ഇനി വെയിൽ വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറും. ചൂട് ഇതിൻ്റെ ഒരു വലിയ ഡ്രൈവറാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസം അതിനുണ്ടാവും. മറ്റ് സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തന സംവിധാനങ്ങളൊക്കെ എതിർത്താണ് മുന്നോട്ട്. നമുക്ക് വലിയൊരു സംഘം ആപദാമിത്ര വോളണ്ടിയർമാരുണ്ട്. പരിശീലനം കിട്ടിയ, നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും, ചുവന്ന ഉടുപ്പിട്ട ഒരു വലിയൊരു സംഘം തന്നെയുണ്ട്. ഏതാണ്ടൊരു 10,000-ലധികം ആളുകളുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 ദിന പദ്ധതിയിൽ നമ്മൾ അടുത്ത 10,000 പേരുടെ പരിശീലനം, അതിൽ 8,000 പേരുടെ അത് കഴിഞ്ഞു. പിന്നെ കൂടാതെ നമ്മൾക്ക് NDRFൻ്റെ 9 ടീമും കേരളത്തിലുണ്ട്. നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ സുശക്തമായൊരു സേനയാണ്. അവരുടെ വലിയൊരു സംഘം പ്രവർത്തകരുണ്ട്. ഈ സന്നദ്ധ പ്രവർത്തകരെല്ലാം അവരോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ NDRF സേനയൊക്കെ വരും. ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടോ അവരോടെങ്കിലും NDRF? ഇടുക്കിയിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ആലപ്പുഴയിലുള്ള ടീം അവിടെ സജ്ജമായിട്ടുണ്ട്. പത്തനംതിട്ടയിലൊരു ടീമുണ്ട്. ആവശ്യാനുസരണം അവർ മൂവ് ചെയ്യും. വലിയ ഇൻസിഡൻസിന് മാത്രമേ അവർ ഉപയോഗിക്കേണ്ടതുള്ളൂ. അല്ലാതെ നമ്മൾക്കൊരു ചെറുകിട പ്രശ്നങ്ങളിൽ അവർ ഇടപെടുന്നത് ശരിയല്ല. നമ്മളുടെ ശേഷി അതിന് മാത്രമുണ്ട്. നമ്മളുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് വളരെ ശേഷിയുള്ളൊരു പ്രസ്ഥാനമാണ്. താങ്ക് യു സാർ. ഏതായാലും ദുരിതനിവാരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായ രീതിയിൽ, കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദുരിതനിവാരണ അതോറിറ്റി ആസ്ഥാനത്ത് ഡോക്ടർ ശേഖർ ലൂക്കോസ് കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ഇവിടെ സജ്ജമാണ്. NDRF എല്ലാ സ്ഥലങ്ങളിലും ആവശ്യത്തിന് വിന്യസിക്കാനുള്ള 9 ടീം കേരളത്തിൽ നിലവിലുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഏകോപനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഇനിയും തെക്കൻ കേരളത്തിൽ മഴ കുറയെങ്കിലും വടക്കൻ കേരളത്തിൽ അത് ശക്തമായ മഴ തന്നെ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണുള്ളത്. ഈ 4 പേരെ ഇപ്പോൾ കാണാനില്ല. അത്തരം കാര്യങ്ങളിലുമൊക്കെ ഇപ്പോൾ രക്ഷാപ്രവർത്തനവും പരിശോധനയും ഒക്കെ നടക്കുകയാണ്. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഇന്നത്തെ വില 13,220 പവന് 1,05,760. 18 ക്യാരറ്റ് ഗ്രാമിന് 10,860, പവന് 86,880. വെള്ളി ഗ്രാമിന് 235, കിലോഗ്രാമിന് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജുവലറി. പൂർണ്ണമാവും.